ഗുഡ് ആഫ്റ്റർനൂൺ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പി അൻവറുമായുള്ള ഫോൺ സംഭാഷണം വിവാദമായതോടെ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും എന്നാണ് വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ പി അൻവറിന്റെ ആരോപണങ്ങളിൽ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. അജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ ഉടൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള വിവരം പുറത്തു വരുന്നതിനിടയിൽ സുജിത് ദാസിന്റെ തൊപ്പി തെറിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഉത്തരവ് എപ്പോഴേക്ക്? ഷഫീദ് റാവുത്തർ. റജിത്ത, ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടനെ ഇറങ്ങുമെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പി അൻവറിന്റെ ആരോപണ ശരം ആദ്യമേറ്റത് സുജിത് ദാസിനായിരുന്നു. മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടാണ് ഈ കണ്ട വിവാദം അത്രയും, അല്ലെങ്കിൽ വിവാദങ്ങളുടെ തുടക്കം കുറിച്ചത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം MR അജിത് കുമാറിന് സ്ഥാനചലനം ഉണ്ടാവുകയും അതേപോലെ തന്നെ P ശശിക്കെതിരെ അടക്കം വിമർശനം ഉണ്ടാവുകയും ചെയ്ത ആ സംഭവ വികാസങ്ങളിലെ ആദ്യ നടപടി എന്നോണമാണ് സുജിത് ദാസിന്റെ സസ്പെൻഷൻ എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിൽ തീരുമാനമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും പോലീസിലെ ശുദ്ധികലശം അതിന്റെ ആദ്യ പടിയായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം ഭരണകക്ഷി MLA ആയ പി അൻവർ ഉന്നയിച്ച ആരോപണം അത് ഗൗരവമുള്ളതായിരുന്നു. അത് സംസ്ഥാന സർക്കാരിനെയും CPM-നെയും പലതരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഒടുവിൽ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടെത്തിച്ചതടക്കം ഈ വിവാദങ്ങളുടെ തുടർച്ചയാണ്. മുഖ്യമന്ത്രി സംതൃപ്തനല്ല, മുഖ്യമന്ത്രിക്ക് വലിയ അസ്വസ്ഥതയുണ്ട്, അതൃപ്തിയുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റിജിത്ത. ഷഫീദ്, സുജിത് ദാസിന്റെ കാര്യത്തിലാണെങ്കിലും അജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിലും കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നുണ്ട്. വിശ്വസ്തനായ അജിത് കുമാറിനെയും കൈവിടുന്നുണ്ട് മുഖ്യമന്ത്രി. അത് പരസ്യമായി പറയുകയും ചില താക്കീത് എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പരസ്യമായി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങളിൽ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? അത് രാഷ്ട്രീയമായി വരേണ്ട ഒരു തീരുമാനമാണ്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് സൂചനകളുണ്ടോ ഷഫീദ് റാവുത്തർ? റിജിത്ത, ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പി അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം, ആ സംശയം അത് കൂടുതൽ ബലപ്പെടുകയാണ്. ചില സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് മുൻപ്, പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് അടിമുടി തിരുത്ത് എന്നുള്ളതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. പാർട്ടിക്കുള്ളിലും അത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിയത് പോലീസാണെന്നുള്ളൊരു പൊതുവിലയിരുത്തൽ അതും പാർട്ടിക്കുണ്ട്. അപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, തലപ്പത്തിരിക്കുന്ന ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ, ഇവരെ അടക്കം ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് CPM കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ അത് കാണാതിരിക്കാൻ CPM-നെ സംബന്ധിച്ചാവില്ല. മാത്രമല്ല, ഒരു പരസ്യവേദിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി പോയതും ഇതിന്റെയൊക്കെ പരിണിത ഫലമാണ്. ഇനി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, അതൊരു പക്ഷേ യോഗേഷ് ഗുപ്തയോ അല്ലെങ്കിൽ പത്മകുമാറോ ആകാം, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെതിരെ പി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ അന്വേഷണം എന്നുള്ളതാണ്. അത് അനധികൃത സ്വത്ത് സമ്പാദന കേസ്, ചില മിസ്സിംഗ് തിരോധാന കേസുകളുണ്ട്. അതിനുമപ്പുറത്തേക്ക് സുജിത് ദാസിനടക്കം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം. മാത്രവുമല്ല, ഒടുവിൽ MR അജിത് കുമാറിന്റെ കവടിയാറിലെ വീട് പണി അടക്കമുള്ള കാര്യങ്ങൾ അതടക്കം സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ഗൗരവമായി കാണുന്നുണ്ട്. ആ രീതിയിൽ ഒരു വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മാത്രവുമല്ല, ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റും എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. പകരം പരിഗണിക്കുന്ന പേരുകൾ 3 അതിൽ H വെങ്കടേഷ്, ബൽറാം കുമാർ ഉപാധ്യായ, മനോജ് എബ്രഹാം, ഈ 3 പേരുകൾ പരിഗണിക്കുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തിരക്കിട്ട ചർച്ചകൾ അത് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇനി ആരെയും സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അത് മുഖ്യമന്ത്രി കൈക്കൊണ്ടു എന്നുള്ള സൂചനകളും മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. റജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി കൂടി കൈയൊഴിഞ്ഞതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മനോജ് എബ്രഹാമിനോ H വെങ്കടേഷിനോ ക്രമസമാധാന ചുമതല നൽകിയേക്കും എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. പി അൻവറുമായുള്ള ഫോൺ സംഭാഷണം വിവാദമായതോടെ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇക്കാര്യത്തിലെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങാൻ പോകുന്നു. അൻവർ ആരോപണം ഉന്നയിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. വിവരങ്ങളുമായി B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, സുജിത് ദാസിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിൽ
സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. വിശ്വസ്തനെ മുഖ്യമന്ത്രി കൈവിടുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്ത് നടപടി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ പോലീസിലെ ശുദ്ധീകരണം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് സുജിത് ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയും ഒക്കെയുള്ള നടപടിയെ ഒരു തരത്തിൽ സർക്കാരിന് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിലും പി ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രതിരോധം സർക്കാരിന് തീർക്കാൻ കഴിയും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോഴും പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്ന ഈ ഘട്ടത്തിൽ ബി ദിലീപ് കുമാർ. ശ്രീജിത്ത്, CPI-എമ്മിനെ പിടിച്ചുലച്ച് ഇന്നലെ നിലമ്പൂർ MLA PV അൻവർ ഇട്ട രാഷ്ട്രീയ ബോംബ് അത് അക്ഷരാർത്ഥത്തിൽ CPI-എമ്മിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചൊക്കെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ സാഹചര്യത്തിൽ തുടർ നടപടികളാണ് കേരളം ഉറ്റുനോക്കിയിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ചാണ് ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഖ്യാപിച്ചത്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇക്കാര്യം പരിശോധിക്കുക എന്ന കാര്യവും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അതുകൊണ്ട് ആരായിരിക്കും ഇനി ഈ അന്വേഷണ ചുമതലയിലേക്ക് വരിക? ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള DGP ഷേഖ് ദർവേഷ് സാഹിബാണോ അതോ മറ്റ് 2 DGP-മാർ കൂടി കേരളത്തിലുണ്ട്, യോഗേഷ് ഗുപ്തയും K പത്മകുമാറും. ഇവരിൽ ആരായിരിക്കും ഈ അന്വേഷണ ചുമതലയിലേക്ക് വരിക എന്നതാണ് ഇനി അറിയാനുള്ളത്. മറ്റൊന്ന് ADGP MR അജിത് കുമാറിനെ അദ്ദേഹത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് നീക്കുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് വരിക ആരായിരിക്കും? ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമാണോ? ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള S ശ്രീജിത്താണോ? ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയാണോ? ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് ആണോ ഈ ചുമതലയിലേക്ക് വരിക എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. റീജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അത് MR അജിത് കുമാറിനെതിരായ ആരോപണത്തോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നത് P ശശിയാണ് എന്ന ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ P ശശിയുടെ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം വേണ്ടിവരും. കാരണം അതൊരു രാഷ്ട്രീയ നിയമനമാണ്. CPI-എമ്മും മുഖ്യമന്ത്രിയുമാകണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അത് ഈ അൻവറിൻ്റെ ആരോപണം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള തീരുമാനമാകുമോ അതോ ADGP MR അജിത് കുമാറിനെതിരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പോലെ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരിക്കുമോ എന്നതൊക്കെ ഇനി അറിയേണ്ട കാര്യങ്ങളാണ്. ഏതായാലും MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഉയർന്ന ആരോപണത്തിന് പിന്നിൽ CPI-എമ്മിലെ പുതിയ സമവാക്യങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തേണ്ടത്. ശ്രീജിത്ത്. ബി ദിലീപ് കുമാർ, പകരം പേരുകൾ ഇപ്പോൾ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റുമ്പോൾ പകരം ചില പേരുകൾ ഈ ഘട്ടത്തിൽ ആലോചനയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. 4 ADGP-മാരുണ്ട്. അത് ഏത് പേരിലേക്ക് സർക്കാർ എത്താനുള്ള സാധ്യത എന്നുള്ളത് ഈ ഘട്ടത്തിൽ സജീവ ചർച്ചയായി മാറുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? ഒപ്പം ഈ അന്വേഷണം ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് ആരെയാണ് ചുമതലപ്പെടുത്തുക എന്നുള്ള ചോദ്യം. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് ആരിലേക്ക് എത്തും? അന്വേഷണത്തിൻ്റെ സ്വഭാവം അത് സംബന്ധിച്ച വിവരങ്ങൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പുറത്തു വരുന്നത്? ദിലീപ് കുമാർ. റിജിത്ത്, ആരായിരിക്കും അടുത്ത ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കൂടി ആശ്രയിച്ചിരിക്കും. MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു. നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിയായിട്ടുള്ള സരിത്തിൽ നിന്ന് ഒരു പെൻഡ്രൈവ് കൈക്കലാക്കി അതിനുവേണ്ടി പാലക്കാട്ടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ അയച്ചു എന്ന ആരോപണം നേരത്തെ MR അജിത് കുമാർ നേരിട്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന് നേരത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന ഒരാളെ കൂടി ഷാജുവിനെ കൂടി ഉപയോഗിച്ചു എന്ന കാര്യവും MR അജിത് കുമാറിനെ അന്ന് ആരോപണമായി ഉയർന്നു വരികയും അദ്ദേഹത്തെ അത് സംബന്ധിച്ച് അന്ന് വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിലേക്കുള്ള ADGP എന്ന നിലയിൽ ഒരു പരിഗണന മുഖ്യമന്ത്രി നൽകിയത്. DGP ഷേഖ് ദർവേഷ് സാഹിബുമായിട്ട് ADGP MR അജിത് കുമാർ അത്ര നല്ല ബന്ധമായിരുന്നില്ല. മാത്രമല്ല പോലീസ് ആസ്ഥാനത്ത് കാര്യങ്ങൾ നോക്കുന്നത് MR അജിത് കുമാർ ആണ് എന്ന വിമർശനവും പലർക്കും ഉണ്ടായിരുന്നു. വയനാട്ടിൽ തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം DGP അവിടേക്ക് പോകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു. പക്ഷേ ആ പട്ടിക മുഖ്യമന്ത്രി വെട്ടിയിട്ടാണ് MR അജിത് കുമാറിനെ അവിടേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭരണം ഇപ്പോൾ MR അജിത് കുമാറും P ശശിയും ചേർന്നാണ് എന്ന ആരോപണവും വിമർശനവും ഒക്കെ പോലീസ് സേനയ്ക്ക് അകത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാകണം ഒരുപക്ഷെ IPS അസോസിയേഷൻ നേരത്തെ ചില ഈ PV അൻവറിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളിലൊക്കെ
പ്രത്യേകിച്ച് മലപ്പുറം എസ് പി എസ് ശശിധരനെതിരെ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ IPS അസോസിയേഷൻ ഉടൻ തന്നെ പ്രതിഷേധവുമായി എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ ADGP MR അജിത് കുമാറിനെതിരെ ഇത്ര വലിയ ആരോപണം ഉയർന്നിട്ടും IPS അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളത് തന്നെ പോലീസ് സേനയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളാകാം കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ആരായിരിക്കും അടുത്ത ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്നത് അറിയേണ്ടതുണ്ട്. ADGPമാരിൽ മനോജ് എബ്രഹാം, അതോടൊപ്പം തന്നെ S ശ്രീജിത്ത്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയാണ് S ശ്രീജിത്തിന് ഇപ്പോഴുള്ളത്. ഇൻ്റലിജൻസ് ADGP ആണ് മനോജ് എബ്രഹാം. ക്രൈംബ്രാഞ്ച് ADGP ആണ് പരിഗണിക്കുന്ന മറ്റൊരു പേര്. അങ്ങനെ ഈ നിലയിലുള്ള പല പേരുകൾ പരിഗണിക്കുമ്പോഴും മറ്റൊരു ADGP P വിജയനുണ്ട്. അദ്ദേഹം പക്ഷേ നേരത്തെ MR അജിത് കുമാറുമായിട്ട് ശീതസമരത്തിലായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം നടപടിക്ക് വിധേയനാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ADGP ആരാണ് എന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കൂടി ആശ്രയിച്ചിരിക്കും. ശരി, ബി ദിലീപ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. PV അൻവർ ഉയർത്തിയ ആരോപണ പരമ്പരകളിൽ നിന്ന് ആദ്യ നടപടി ഉണ്ടാകുന്നു. പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അക്കാര്യത്തിലുള്ള ഉത്തരവ് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പരസ്യമായി MR അജിത് കുമാറിനെ കൈവിടുന്ന കാഴ്ച, ആ പ്രതികരണം, ഒപ്പം നൽകിയ മുന്നറിയിപ്പ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്നത്, മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതും ഈ മണിക്കൂറിലെ ശ്രദ്ധേയമായ ചോദ്യമായി അവശേഷിക്കുന്നു. വീണ്ടും അൻവാർ. PV അൻവർ MLA വെളിപ്പെടുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി. പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ പരസ്യമായാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. വേദിയിലിരുന്ന അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഗൗനിച്ചില്ല. ആരോപണങ്ങൾ സർക്കാർ അന്വേഷിക്കട്ടെ എന്നായിരുന്നു അജിത് കുമാറിന്റെ പ്രതികരണം. PV അൻവറിന്റെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ. നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് DGPയെ രാവിലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പൊതുവേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം. അതും ADGP അജിത് കുമാറിനെ വേദിയിലിരുത്തി. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അച്ചടക്കത്തിന് നിരക്കാത്ത നടപടികൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. മുഖ്യമന്ത്രി വേദി വിട്ട ശേഷമായിരുന്നു ആരോപണ വിധേയനായ ADGP അജിത് കുമാർ പ്രസംഗിച്ചത്. താൻ ചെയ്ത കാര്യങ്ങൾ ADGP എണ്ണിപ്പറഞ്ഞു. ഇനി ഇത് പറയാൻ അവസരം കിട്ടില്ലെന്നായിരുന്നു ADGPയുടെ വാക്കുകൾ. PV അൻവർ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന അജിത് കുമാർ സർക്കാർ എല്ലാം അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ADGPക്കെതിരായ ആരോപണത്തിൽ എന്നാൽ DGP പരസ്യപ്രതികരണത്തിന് തയ്യാറായില്ല. പലതവണ മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും ഒരു പ്രതികരണവും DGP നടത്തിയില്ല. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കസേരയിൽ ADGP അജിത് കുമാർ തലകുമ്പിട്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഗൗനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ആഭ്യന്തര വകുപ്പിനെതിരെ തുടങ്ങിയ പരസ്യപോരിൽ ആദ്യ ജയം PV അൻവർ MLAക്ക്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെ ഉന്നമിടാൻ അൻവറിന് ആരുടെ പിന്തുണ എന്നാണ് ഇനി അറിയേണ്ടത്. CPIMലെ പുതിയ സമവാക്യത്തിന്റെ ഭാഗമാണോ തുറന്നടിക്കാനുള്ള ആരോപണമെന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാണ്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായി രംഗത്തെത്തി CPIMനെ PV അൻവർ ഞെട്ടിച്ചിരുന്നു. ആരോപണം മുഖ്യമന്ത്രിയും CPIMും ഗൗരവമായി എടുക്കുന്നുവെന്നാണ് തുടർ നടപടികൾ വ്യക്തമാക്കുന്നത്. വിശ്വസ്തനായിരുന്ന MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിടുന്ന സൂചനയാണ് ഇപ്പോൾ.
ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. CPIM-ൽ MV ഗോവിന്ദൻ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായി അൻവറിന്റെ ആരോപണങ്ങളെ കാണുന്നവരുണ്ട്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ പുതിയ പവർ ഗ്രൂപ്പാണ് അൻവറിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയാൽ അത് അൻവറിന് വലിയ ജയമാകും. ആരോപണ വിധേയനായ മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും CPIM-ഉമാണ്. അൻവറിന്റെ ആരോപണം തള്ളി P ശശിയെ സംരക്ഷിക്കുമോ അതോ നടപടിയുണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയും ADGP MR അജിത് കുമാറിനെതിരെ പുതിയ ആരോപണങ്ങൾ നിരത്തി PV അൻവർ. തിരുവനന്തപുരത്ത് കവടിയാറിൽ ADGP കൊട്ടാര സമാനമായ വീട് പണിയുന്നു എന്നാണ് ആരോപണം. സോളാറും സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിയും പറഞ്ഞായിരുന്നു അൻവറിന്റെ ഇന്നത്തെ കടന്നാക്രമണം. നാളെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയിക്കാനാണ് അൻവറിന്റെ ശ്രമം. ആരോപണങ്ങളിൽ സർക്കാരും CPIM-ഉം ആടിയുലഞ്ഞിട്ടും ADGP-ക്കെതിരെ അൻവറിന്റെ കലി അടങ്ങുന്നില്ല. അജിത് കുമാറിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അൻവറിന്റെ പുതിയ ആരോപണം. കവടിയാറിൽ ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി വാങ്ങി ADGP കൊട്ടാര സമാനമായ വീട് നിർമ്മിക്കുന്നെന്ന് അൻവർ. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമല്ലേ? ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോളാർ കേസ് അട്ടിമറിച്ചതിലും അജിത് കുമാറിന് പങ്കുണ്ടെന്നാണ് മറ്റൊരു ആരോപണം. കേസിൽ മൊഴി മാറ്റാൻ അജിത് കുമാർ ഇടപെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശവും അൻവർ പുറത്തുവിട്ടു. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നും ഒക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ കേസിൽ യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയെ അജിത് കുമാർ സംരക്ഷിച്ചെന്നും ആരോപണം. അജിത് കുമാറിന്റെ സംഘം വിമാനത്താവളത്തിൽ നിന്നും സ്വർണം കടത്തിയെന്ന് അൻവർ ഇന്നും ആവർത്തിച്ചു. എടവണ്ണ സ്വദേശി റിദാന്റെ കൊലപാതകത്തിൽ പോലീസിന് പങ്കുണ്ടെന്ന ആരോപണവും അൻവർ ഉയർത്തി. ആ മരിച്ച റിദാന്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു. വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു. 3.5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട്, അവിധ ബന്ധമുണ്ട് എന്ന് സമ്മതിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി. ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തോക്ക് ലൈസൻസിനായി അൻവർ കളക്ടർക്ക് അപേക്ഷ നൽകി. ആരോപണങ്ങളുടെ 1ാം ഘട്ടം കഴിഞ്ഞെന്നാണ് അൻവർ പറയുന്നത്. നാളെ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് MLA-യുടെ നീക്കം. 24 മലപ്പുറം. കവടിയാറിലെ വീട് നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ സ്കെച്ചും പുറത്തുവന്നു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ഉയർന്നു വന്ന ഒരു ആരോപണം ഈ കവടിയാറിലെ ആഡംബര വീടുമായി ബന്ധപ്പെട്ടാണ്. അവിടെ എത്തി ദൃശ്യങ്ങൾ നമ്മൾ ശേഖരിച്ചിരുന്നു. അതിന്റെ സ്കെച്ച് നമ്മുടെ കൈവശമുണ്ട്. മനസ്സിലാവുന്നത് എന്താണ് ഷഫീദ് റാവുത്തർ? കവടിയാറിലെ വീട് നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ADGP MR അജിത് കുമാർ കവടിയാറിൽ ലക്ഷങ്ങൾ വിലയുള്ള ഭൂമിയിൽ, സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമിയിൽ ആഡംബര വീട് നിർമ്മിക്കുന്നു. ഇതിനുള്ള പണം എവിടെ നിന്ന് എന്നുള്ള ചോദ്യമൊക്കെ PV അൻവർ ഉയർത്തിയതാണ്. ഇപ്പോഴാ കെട്ടിടത്തിൻ്റെ സ്കെച്ച് പുറത്തു വന്നിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് എത്തി അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. ആഡംബര സമാനമായൊരു വീട് ഇവിടെ ADGP MR അജിത് കുമാർ നിർമ്മിക്കുന്നത് എങ്ങനെ, അതിനുള്ള പണം എങ്ങനെ എന്നുള്ള ചോദ്യമൊക്കെ PV അൻവർ ഉയർത്തുകയാണ്. അത് വലിയ വിവാദമായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നുമുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ഈ ആരോപണ പരമ്പരകളിൽ ഒന്ന് ഈ ആഡംബര വീടുമായി ബന്ധപ്പെട്ടാണ്. ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി, സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി, അവിടെ ഈ ആഡംബര സമാനമായ വീട് നിർമ്മിക്കുന്നു എന്നുള്ള വിവാദം. അവിടെ എത്തിയപ്പോൾ കണ്ട കാര്യങ്ങൾ എന്താണ്, മനസ്സിലായ കാര്യങ്ങൾ എന്താണ് ഷഫീദ്?
രജിത്ത്, ഈ തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ കൊട്ടാരം, കവടിയാർ നഗരത്തിന്റെ ഹൃദയഭാഗമാണ്, ഹൃദയസ്ഥലമാണ്. അവിടെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഗോൾഫ് ക്ലബ്ബ്, ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിന് എന്താ തൊട്ട് കാണുന്ന ഈ മതിലെന്ന് പറയുന്നത് ഗോൾഫ് ക്ലബിന്റെ മതിലാണ്. ഇവിടെ സാധാരണഗതിയിൽ ഒരു VIP ഏരിയയായി നമുക്ക് കണക്കാക്കാൻ കഴിയും. മാത്രവുമല്ല തൊട്ടപ്പുറത്ത് ഒരു 500 മീറ്റർ അപ്പുറത്താണ് കവടിയാർ കൊട്ടാരമുള്ളത്. നമുക്ക് ആ ബോർഡ് തന്നെ കാണാം, കവടിയാർ പാലസ് അവന്യൂ എന്നുള്ളതാണ് ഈ റോഡിന്റെ ബോർഡ്. ഈ റോഡിനോട് ചേർന്നാണ് ഈ കാണുന്നത്, ഈ വശത്ത് കാണുന്നതാണ് PV അൻവർ ആരോപണം ഉയർത്തിയ MR അജിത് കുമാർ പടുത്തുയർത്തുന്ന കൊട്ടാര സമാനമായിട്ടുള്ള വീട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ വീട് ഒരു വലിയ കെട്ടിട പ്ലാനാണ്, ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള ഒരു 3 നില വീടാണ്. ഏതാണ്ട് 3000 സ്ക്വയർ ഫീറ്റിലധികം വരും. നമുക്ക് കൃത്യമായ കണക്കില്ല. പക്ഷേ എന്തായാലും ഈ സ്ഥലത്ത് ഭൂമി വാങ്ങണമെങ്കിൽ കോടികൾ കൊടുക്കേണ്ടി വരും. കാരണം അത്രത്തോളം വിലയുള്ളൊരു സ്ഥലമാണ്, ലക്ഷങ്ങൾ സെന്റിന് വിലയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ പറയുന്ന ഈ കെട്ടിടം, നമ്മൾ ഈ കാണുന്ന നിർമ്മാണം നടക്കുന്ന ഇത് MR അജിത് കുമാർ പണിയുന്ന വീടാണ്. ആ പ്ലാനിലടക്കം ക്ലയന്റ് എന്ന പേരിൽ പറയുന്നത് അജിത് കുമാർ എന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെയാണ്. 10 സെന്റ് സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വലിയ പ്ലാനാണ്. ആ പ്ലാനിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് ഒരു 3 നില കെട്ടിടം 3000 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഒരു വീട് അതാണ് ഇവിടെ പണിയുന്നത്. 2,20,000 രൂപയാണ് ADGPമാരുടെ ശമ്പളം. ആ ശമ്പളത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇങ്ങനൊരു വീട് പണിയാൻ കഴിയും, അതിനുള്ള സാമ്പത്തിക അവസ്ഥ എങ്ങനെ ഉണ്ടാക്കി എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന MR അജിത് കുമാർ മറുപടി പറയേണ്ടി വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതാണ് വിവാദമായ PV അൻവർ ആരോപണം ഉന്നയിച്ച ആ കെട്ടിടം നടക്കുന്ന, അല്ലെങ്കിൽ MR അജിത് കുമാറിന്റെ വീട് പണി നടക്കുന്ന, വലിയ വീട് പണി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. രജിത്ത്, ശരി. ഷഫീദ് റാവുത്തർ കവടിയാറിലെ നിർമ്മാണം നടക്കുന്ന വീടിന് സമീപത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട PV അൻവർ MLA വെളിപ്പെടുത്തലിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുഖ്യമന്ത്രിയെ വീണ്ടും കാണുമെന്നും ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അസ്ലം ബക്കർ 24 പറഞ്ഞു. ഓഗസ്റ്റ് 21 മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസിൽ 1 വർഷമായിട്ടും പുരോഗതിയില്ലാത്തതിനാൽ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിയെ സമീപിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ADGP MR അജിത് കുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല മലപ്പുറം SP കൈമാറി. ചുമതലയിൽ നിന്ന് കോഴിക്കോട് സിറ്റി കമ്മീഷണറെ മാറ്റി മലപ്പുറം SP നിയമിച്ചത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. വിഷയത്തിൽ എതിർപ്പുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തുകയും ചെയ്തു. PV അൻവർ MLA വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്നും ആക്ഷൻ കമ്മിറ്റി. MLA വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരള പോലീസ് ആകമാനം എന്താ പറയുക സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നതാണ് ഇന്നിപ്പോൾ MLA വെളിപ്പെടുത്തൽ. ഇത് 1 വർഷം മുമ്പ് ഓഗസ്റ്റ് 21 മാമി മുഹമ്മദിനെ കാണാതായ അന്ന് മുതൽ കുടുംബം ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുന്നുണ്ട്. അന്ന് പല കാര്യങ്ങളും പോലീസിനോട് സംസാരിച്ചാൽ അന്ന് പോലീസ് ചെവിക്കൊണ്ടില്ല. ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ട്. ഈ മാമി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. ഇതിന് കേരള പോലീസിനെ ഏതോ ബാഹ്യശക്തി കേരള പോലീസിനെ സ്വാധീനിക്കുന്നു. സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. കേസ് CBI അന്വേഷിക്കണമെന്നാണ് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. M മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള പരാതികളിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായി. അറസ്റ്റ് നടപടിയിലേക്ക് ഇപ്പോൾ കടക്കില്ല എന്ന് AIG G പൂങ്കുഴലി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ പേരുകളും പുറത്തുവരണമെന്ന് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ 24 പറഞ്ഞു. 4 കേസുകളിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പീഡനം നടന്നെന്ന് ആരോപിക്കപ്പെട്ട സ്ഥലങ്ങളിലെത്തിയും അന്വേഷണ സംഘങ്ങൾ തെളിവ് ശേഖരിച്ചു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും മുകേഷ് അടക്കമുള്ളവരുടെ ജാമ്യ ഹർജിയെ അന്വേഷണ സംഘം എതിർക്കുക. പ്രതികളുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും ഇപ്പോഴില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ AIG പൂങ്കുഴലി വ്യക്തമാക്കി. പഴയ കേസായതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട്. കുറേ മൊഴികളും കുറേ സാക്ഷികളും എല്ലാം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി ആരംഭിച്ചു. തുറന്നു പറച്ചിലുകൾ കണ്ണു തുറപ്പിക്കുന്നതാണ്. ആരോപണങ്ങളോട് പ്രതികരിക്കുകയെന്നത് ആരോപണ വിധേയരുടെ ബാധ്യതയെന്ന് B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മൊഴികളും ശാസ്ത്രീയ തെളിവുകളും കേന്ദ്രീകരിച്ചാണ് കേസുകളുടെ 2ാം ഘട്ട അന്വേഷണം നടക്കുക. വർഷങ്ങൾക്ക് മുമ്പുള്ള കേസായതിനാൽ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഏറെ വിയർക്കേണ്ടി വരും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വീണ്ടും വിമർശനവുമായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോൺ. സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും തന്നെ ഒഴിവാക്കിയത് വി ഡി സതീശനാണ് എന്നാണ് ആരോപണം. അവസരം ലഭിക്കാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണമെന്ന സിമിയുടെ ആരോപണത്തിൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന് CPIM ആവശ്യപ്പെട്ടു. നേതാക്കളുടെ പിന്തുണയുണ്ടായിട്ടും ദീപ്തി മേരി വർഗീസിനെ സംസ്ഥാന ഭാരവാഹിയാക്കാൻ വി ഡി സതീശൻ തന്നെ ഒതുക്കിയെന്നാണ് സിമി റോസ്ബെൽ ജോണിന്റെ ആരോപണം. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ച പലരെയും മറികടന്നാണ് ജബി മേത്തറിന് സ്ഥാനമാനങ്ങൾ നൽകിയതെന്നും സിമി വിമർശിച്ചു. CPIM-നെ കൂട്ടുപിടിച്ച് എന്ന ആരോപണം തെളിയിച്ചാൽ ശിരസ് മുണ്ഡനം ചെയ്ത് KPCC-ക്ക് സമർപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ സിമി വെല്ലുവിളിച്ചു. ഞാൻ വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്ന CPM-ആയിട്ട് ഗൂഢാലോചനയുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ഡനം ചെയ്ത് KPCC-ക്ക് സമർപ്പിക്കുന്നതാണ്. ലതികാ സുഭാഷിനെ പോലെ കരഞ്ഞോണ്ടല്ലോ കേട്ടോ, ചിരിച്ചോണ്ട്. വി ഡി സതീശനെതിരെ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു. കോൺഗ്രസിൽ അവസരം ലഭിക്കാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണമെന്ന സിമി റോസ്ബെൽ ജോണിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസാണ് മറുപടി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസാണ് മറുപടി പറയേണ്ടത്. സിമിയുടെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് DYFI വി ഡി സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 24 കൊച്ചി. LDF കൺവീനർ സ്ഥാനം നഷ്ടമായ EP ജയരാജനെ പിന്തുടർന്ന് വൈദേകം റിസോർട്ട് വിവാദം. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജനാണ് വിഷയം വീണ്ടും ഉന്നയിച്ചത്. പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ EP ജയരാജനെ വിടാതെ പിന്തുടരുകയാണ് വൈദേകം റിസോർട്ട് വിവാദം. മുമ്പും സംസ്ഥാന കമ്മിറ്റിയിൽ ഇക്കാര്യം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും LDF സ്ഥാനത്ത് നിന്ന് നീക്കിയത് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാന കമ്മിറ്റിയിൽ വൈദേകം വീണ്ടും ചർച്ചയായത് അപ്രതീക്ഷിതമായിരുന്നു. P ജയരാജനാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഇക്കാര്യം ഉന്നയിച്ചത്. പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ എന്ത് നടപടിയാണ് ഉണ്ടായതെന്നായിരുന്നു P ജയരാജന്റെ ചോദ്യം. എന്നാൽ പരാതി അന്വേഷിച്ചിട്ടില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. വരും ദിവസങ്ങളിൽ വൈദേകം റിസോർട്ട് വിവാദം വീണ്ടും ശക്തമാകുന്നതിന്റെ സൂചനയായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ ഇതിനുള്ള കാരണം നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുമ്പ് ചേർന്ന PB അംഗങ്ങളുടെ യോഗത്തിലാണ് EP-യെ നീക്കാനുള്ള തീരുമാനമെടുത്തത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിവരം അറിയിക്കുകയായിരുന്നു. EP ജയരാജൻ വിവരം അറിയുന്നതും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന പരിഗണന പോലും ലഭിച്ചില്ലെന്ന് പറഞ്ഞ EP സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നും അറിയിച്ചു. ഇക്കാര്യം സംസാരിക്കാമെന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. AKG സെന്റർ ആക്രമണ കേസിൽ തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്ന് CPIM പാളയം ബ്രാഞ്ച് സെക്രട്ടറി IP ബിനു. ആദ്യ അന്വേഷണ സംഘം ശരിയായ രീതിയിലല്ല അന്വേഷിച്ചത്. ചില മാധ്യമങ്ങളിൽ താനാണ് പ്രതി എന്ന രീതിയിൽ വാർത്ത വന്നു. അന്വേഷിച്ചപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയ വിവരമെന്നാണ് മറുപടി ലഭിച്ചതെന്നും IP ബിനു 24-നോട് പറഞ്ഞു. AKG സെന്റർ ആക്രമണ കേസിൽ ബിനുവിനെ കൊടുക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് PV അൻവർ ഫേസ്ബുക്കിലൂടെ ആരോപിച്ചിരുന്നു. പോലീസിലെ ഒരു വിഭാഗം പുഴുക്കുത്തുകൾക്കെതിരെ നിലമ്പൂർ MLA PV അൻവർ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൽ അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലിട്ട പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുണ്ട്. AKG സെൻറ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്ന് CPIM-ന്റെ പാളയം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന IP ബിനുവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പോലീസിലൊരു വിഭാഗമായിരുന്നു. അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹത്തെ IP ബിനു നമുക്കൊപ്പമുണ്ട്. PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് കണ്ടു കാണുമെന്ന് ശ്രദ്ധിക്കുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങേക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ പങ്കുവഹിച്ചതിൽ പോലീസിലൊരു വിഭാഗം ഉണ്ടെന്നാണ്. അല്ല, ആദ്യത്തെ അന്വേഷണത്തിനകത്ത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അത് എങ്ങനെയോ മാധ്യമങ്ങൾ, അതായത് ഓൺലൈൻ ചാനൽ മറുനാടൻ മലയാളി, പിന്നെ ജനൻ TV, അത് എന്നിലേക്ക് ഞാനാണ് പ്രതി എന്നുള്ളത് തീരുമാനിക്കുകയായിരുന്നു. അവർ പറഞ്ഞത് പോലീസിനകത്തു നിന്നുള്ള വിവരം കിട്ടിയിട്ടാണ് അവർ അങ്ങനെ വാർത്ത ചെയ്തെന്നുള്ളതാണ് അവർ ചില അന്ന് വാർത്ത ചെയ്ത മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ പോലീസ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളെ, സത്യസന്ധമായ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 2-3 മാസക്കാലം ഇത് ഞാനാണ് പ്രതി എന്നുള്ള രീതിയിലുള്ള ഒരു വേട്ടയാടൽ നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. താങ്കൾക്കും കുടുംബത്തിനുമെതിരെ അത്തരത്തിൽ വലിയ വേട്ടയാടൽ നടന്നു എന്നാണ് PV അൻവർ പറയുന്നത്. അതെ, അത് യാഥാർത്ഥ്യമായാണ്. ഞാൻ അത് ഫേസ്ബുക്കിനകത്തെല്ലാം ആ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. അന്ന് അതിനെതിരെ ഇത് ഇങ്ങനെ ഒരു വേട്ടയാടൽ സംഭവം നടന്നത് തന്നെ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ സാഹു ഇതിനെതിരെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ച വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വീണ്ടും ക്ലാസ് മുറികളിലേക്ക്. പുനഃപ്രവേശനോത്സവം നടത്തിയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. നാട് ചേർത്ത് പിടിക്കുമെന്നാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉറപ്പ്. ഉരുൾ ബാക്കിയാക്കിയ നോവുകളെല്ലാം പിഞ്ചു മനസ്സുകളിലുണ്ടെങ്കിലും
ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആദ്യ പാഠത്തിലേക്ക് അവർ ഇന്ന് കാലെടുത്തു വെച്ചു. പാഠം 1: അതിജീവനം. ചൂരൽമലയിൽ നിന്ന് സ്കൂളിലേക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. ദിവസങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടതിന്റെ സന്തോഷവും കളിയും ചിരിയും ബസ്സിൽ നിറഞ്ഞു. ബസ്സിറങ്ങിയ വിദ്യാർത്ഥികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്കൂളിലേക്ക് വരവേറ്റു. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകുമെന്നും ക്ലാസുകൾ നഷ്ടമായതിന്റെ പഠന വിടവ് നികത്തുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി ശിവൻകുട്ടി പറഞ്ഞു. അക്കാദമി രംഗത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ അധിക സമയം പഠനത്തിലൂടെ പരിഹരിക്കും. ഇതിനാവശ്യമായ ബ്രിഡ്ജ് മെറ്റീരിയലുകൾ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കും. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയും ഡയറ്റും ഇതിനായി പ്രത്യേക പ്ലാൻ തയ്യാറാക്കും. ദുരന്തമുഖത്ത് പകച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് പിന്തുണയ്ക്കുവാൻ സൈക്കോ സോഷ്യൽ പിന്തുണ പരിപാടികൾ ഏർപ്പെടുത്തും. വെള്ളാർമല സ്കൂളിന്റെ തകരാത്ത കെട്ടിടം ദുരന്തത്തിന്റെ സ്മാരകമായി നിലനിർത്തും. വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 36 വിദ്യാർത്ഥികളുടെ ജീവനാണ് ഉരുൾപൊട്ടൽ കവർന്നിരുന്നത്. 17 പേർ ഇപ്പോഴും കാണാമറയത്ത്. ദുരന്തത്തിൽ നഷ്ടമായ 135 SLC സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കാവശ്യമായ ബാഗ്, ടെക്സ്റ്റ് പുസ്തകം, നോട്ടുകൾ തുടങ്ങി വെള്ളക്കുപ്പി വരെ ക്ലാസുകളിൽ സജ്ജീകരിച്ചിരുന്നു. വെള്ളാർമല സ്കൂളിലെ 546 കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ 61 കുട്ടികൾക്കും ഇനി മേപ്പാടിയിൽ പഠനം. വേദനകളും മനസ്സിനേറ്റ മുറിവുകളും നല്ല ക്ലാസ് ഓർമ്മകളിലൂടെ മറികടക്കാൻ ഇവർക്ക് കഴിയട്ടെ. ടീം 24 വയനാട്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് 24. ഇന്നലെ കൽപ്പറ്റയിൽ നടന്ന പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കൂട്ടായ്മയായി മാറുകയായിരുന്നു. ദുരന്തബാധിത മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുൾപ്പെടെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 3 കോടി രൂപ നൽകും. 25 വീടുകളും 30 പേർക്ക് ജോലിയും നൽകുമെന്ന് പ്രഖ്യാപിച്ച് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഭാവി ഇരുളടയുമോ എന്ന് ആശങ്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും തൊഴിൽ രഹിതർക്കും 24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനം വെളിച്ചമായി. 24 കണക്റ്റിന്റെ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് സുമനസ്സുകളുടെ സഹായ പ്രവാഹം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വക ആശുപത്രി നിർമ്മാണത്തിന് 3 കോടി രൂപ സഹായം. താലൂക്ക് ആശുപത്രിയിലും PHCയിലും പ്രത്യേക ബ്ലോക്ക് നിർമ്മിക്കും. വിദ്യാഭ്യാസത്തിനും സഹായമുണ്ടാകും. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24ഉം ഫ്ലവേഴ്സുമായിട്ട് ചേർന്ന് 3 കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ്. 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. 30 പേർക്ക് തൊഴിൽ നൽകും. ആരുമില്ലാത്ത 10 പേരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. 25 വീട് എടുത്തതിന്റെ കൂടെ തന്നെ ഇവിടെ ജോലിയില്ലാത്ത കുറെ പിള്ളേരുണ്ട്. ആ ജോലിയില്ലാത്ത പിള്ളേർക്ക് 10-30 പേർക്ക് 24 എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. 24 എന്ന രീതി. അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട 30 പേർക്ക് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഗോപാലേട്ടൻ ജോലി കൊടുക്കും. വിദ്യാഭ്യാസത്തിനും ഉപജീവനത്തിനുമൊക്കെയായി ഒട്ടേറെ സഹായങ്ങളുമായി സുമനസ്സുകൾ രംഗത്തെത്തി. മുഹമ്മദ് ഖാനി മിടുക്കനാണ്. അവന് മുന്നോട്ടേക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവന് മുന്നോട്ടേക്കുള്ള പഠിക്കാനുള്ള പഠന ചെലവ് നമ്മൾ ഫ്ലവേഴ്സ് 24 ഏറ്റെടുക്കുകയാണ്. എത്ര വരെ ആ കുട്ടി പഠിക്കുന്നോ അത്ര വരെ ഫ്ലവേഴ്സും 24ഉം ചേർന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കും. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം. സൈന്യം ഉൾപ്പെടെ മുണ്ടക്കൈ രക്ഷാദൌത്യത്തിൽ കൈമെയ് മറന്ന് പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ 24 അവതാരകർ പ്രേക്ഷകരുമായി സംവദിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ടീം 24 വയനാട്. PV സ്വാമി പുരസ്കാരം ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലിന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സമ്മാനിച്ചു. കോഴിക്കോട് ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി PV സ്വാമിയുടെ സ്മരണാർത്ഥമാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇത്തവണത്തെ പുരസ്കാരം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ചവരാണ് PV സ്വാമിയും ഗോകുലം ഗോപാലനുമെന്ന്
PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗോപാലേട്ടൻ തൊട്ടതെല്ലാം എല്ലാ മേഖലകളും വിജയിച്ചു. അത് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ആത്മീയ ദർശനവും അതിലുണ്ട്. അദ്ദേഹം തന്നെ വടപ്പള്ളി കോളേജിൽ അഭിനയിച്ച് മികവ് കാട്ടിയ അംഗീകാരം വാങ്ങിയ ആളാണ് ഗോപാലേട്ടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം സിനിമാ രംഗത്ത് കൂടുതൽ അഭിനയിക്കാൻ കൂടി മുന്നോട്ട് വരട്ടെ. പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്ന് ഗോകുലം ഗോപാലൻ. പക്ഷെ ഈ അവാർഡിൻ്റെ എൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ കോഴിക്കോട്ടുകാരൻ തന്നൊരു അവാർഡ്, കോഴിക്കോട്ടിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി തന്ന അവാർഡ്, അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടുകാരാൽ പിന്നെ ഇതിന് ജഡ്ജിയായിട്ട് നിന്ന ആളുകൾ എല്ലാവരും തന്നെ ഒരു വളരെ പിന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളാണ്. അവരുടെ മേൽനോട്ടത്തിലൊരു അവാർഡ് എനിക്ക് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ എന്നും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ ദുഃഖം കാണാനും കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കോഴിക്കോട് ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, MK രാഘവൻ MP, PV സ്വാമി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാനും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ഈ മാസം 28-ന് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി ജില്ലാ കളക്ടറെ കണ്ടു. NTBR സൊസൈറ്റി യോഗം വിളിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകി. ഉടൻ തീയതി പ്രഖ്യാപിക്കണമെന്നും ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതായി വള്ളംകളി സംരക്ഷണ സമിതി അംഗങ്ങൾ പറഞ്ഞു. 1 കോടി രൂപ ഞങ്ങൾ 3 ആവശ്യമാണ് ബഹുമാനപ്പെട്ട കളക്ടറിൻ്റെ അടുത്ത് വെച്ചത്. ഒന്ന്, ഈ പ്രാവശ്യത്തെ വള്ളംകളി എത്രയും പെട്ടെന്ന് നെഹ്റു ട്രോഫി ഡേറ്റ് തീരുമാനിക്കണം. 2, കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി അലോട്ട് ചെയ്ത CBLനുള്ള ആ ഫണ്ട് അതുപോലെ തന്ന് ആ CBL നടത്താനുള്ള ഉത്തരവുണ്ടാകണം. 3ാമത് ഞങ്ങൾ പറഞ്ഞു, ഒരു ക്ലബ്ബ് 1 കോടി രൂപയിലധികം വള്ളവും തുഴച്ചിലുകാരും നടത്തി ചെലവാക്കുമ്പോൾ ഇത് 1 കോടി രൂപ ഈ 20 അല്ലെങ്കിൽ ഈ 50 വള്ളങ്ങൾക്ക് കൊടുക്കുന്ന വളരെ ചെറിയ തുകയാണ്. അത് വർദ്ധിപ്പിച്ച് ബേപ്പൂർ ഫെസ്റ്റിനൊക്കെ കൊടുത്തതുപോലെ തന്നെ ഞങ്ങളെല്ലാ പിന്തുണയുണ്ട്. ഞങ്ങൾക്കും ഒരു 2.5 കോടി രൂപ തുടർ വർഷങ്ങളിൽ അനുവദിക്കണമെന്നുള്ള ആവശ്യം കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം പൂർത്തിയാവുകയാണ്.